പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴാണ് അവസാനമായി മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പൂർണ്ണമായി ആസ്വദിച്ചത്? റൂംമേറ്റ് ഉണ്ടാക്കി തന്ന ചായ, അതിന്റെ ചൂടും മണവും രുചിയും അറിഞ്ഞു കുടിച്ചത്? അല്ലെങ്കിൽ ഫോണിൽ നോക്കാതെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വഴിയരികിലെ പൂവിന്റെ ഭംഗി ആസ്വദിച്ചത്? നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ ഒന്നാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെയും, പക്ഷേ നമ്മുടെ മനസ്സ് ഒന്നെങ്കിൽ നാട്ടിലെ കഴിഞ്ഞുപോയ നല്ല ഓർമ്മകളിലോ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ആയിരിക്കും. നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് വേറെ 100 സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥ. ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധവും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും കാരണം നമ്മുടെ കയ്യിലുള്ള നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഈ പ്രശ്നത്തിനുള്ള ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു പരിഹാരമാണ് മൈൻഡ്ഫുൾനെസ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ആശയം എന്താണെന്നും ഇത് നിങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ അതിനെങ്ങനെ കഴിയുമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് മണിക്കൂറുകളോളം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന സന്യാസിമാരെയാണ്. ധ്യാനം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, വ്യായാമം പോലെ. മൈൻഡ്ഫുൾനെസിന്റെ യഥാർത്ഥ അർത്ഥം വളരെ ലളിതമാണ്. ഈ നിമിഷത്തിൽ ബോധപൂർവം യാതൊരു വിലയിരുത്തലുകളും ഇല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ്. ഇതിലെ 3 വാക്കുകളും നമ്മുടെ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. ഈ നിമിഷത്തിൽ ജീവിക്കുക, പ്രസന്റ് മൊമെന്റ്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അന്ന് ഞാൻ ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ എന്ന ചിന്ത. അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. ഉദാഹരണത്തിന് വിസ തീരുമ്പോ ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്ത. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2, ബോധപൂർവം, ഓൺ പർപ്പസ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറി ജോലിക്ക് പോകുന്നത് പലപ്പോഴും നമ്മൾ ഒരു യന്ത്രം കണക്കെയാണ്, ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് ചെയ്യുക. ഞാനിപ്പോ പല്ല് തേക്കുകയാണ്, ഞാനിപ്പോ ചായ കുടിക്കുകയാണ് എന്ന് സ്വയം ഒരു ബോധത്തോടു കൂടി ചെയ്യുക. 3, വിലയിരുത്തലുകളില്ലാതെ, നോൺ ജഡ്ജ്മെന്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും നല്ലത് ചീത്ത എന്ന ലേബലിൽ ചെയ്യാതെ ഒരു സാക്ഷിയെ പോലെ അവയെ നിരീക്ഷിക്കുക. എനിക്ക് ദേഷ്യം വരുന്നു എന്ന ചിന്ത വന്നാൽ അയ്യോ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓക്കെ, എന്റെ മനസ്സിൽ ഇപ്പോൾ ദേഷ്യം എന്നൊരു വികാരം വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ആകാശത്തു കൂടി മേഘങ്ങൾ വന്നു പോകുന്നത് പോലെ ചിന്തകളും വികാരങ്ങളും വരും, അത് പോകും. അതിൽ അള്ളിപ്പിടിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ റൂംമേറ്റുമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ സംഭാഷണത്തിൽ മാത്രമായിരിക്കുക. നാളത്തെ ജോലിയെക്കുറിച്ചോ നാളത്തെ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് വെറും ഒരു ആത്മീയ സങ്കല്പമല്ല. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ശാസ്ത്രീയ പഠനങ്ങളാണ് ഇതിന്റെ ഗുണങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് പരിശീലിക്കുന്നത് വഴി നമ്മുടെ സ്ട്രെസ്സും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സ്ട്രെസ് കേന്ദ്രമായിട്ടുള്ള അമിഗ്ഡാലയുടെ പ്രവർത്തനം കുറയുകയും പ്രിഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം കൂടുകയും ചെയ്യും. മൈൻഡ്ഫുൾനെസ് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ഒരു ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. ഇത് ജോലിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. അതേപോലെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു. തലച്ചോറിലെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. അതേപോലെ നമുക്ക് വൈകാരിക നിയന്ത്രണം വരുന്നു. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ ആ വികാരത്തിൽ ഒഴുകിപ്പോകാതെ അതിനെ ഒരു സാക്ഷിയെ പോലെ കാണാൻ പഠിക്കുന്നതിലൂടെ പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ സാധിക്കും. മൈൻഡ്ഫുൾനെസ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ പൂർണ്ണമായും ആ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ അവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടാകും. അടുത്തതായിട്ട് സന്തോഷം വർദ്ധിക്കുന്നു. ഒരു ചായ കുടിക്കുമ്പോഴുള്ള സന്തോഷം, ഒരു നല്ല പാട്ട് കേൾക്കുന്നതിനോടുള്ള ആനന്ദം, ഇവയെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ മൈൻഡ്ഫുൾനെസ് വ്യായാമം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും റൂമിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വളരെ സൗകര്യമായിട്ടിരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. നിങ്ങളുടെ ഫോൺ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ താഴേക്ക് നോക്കിയിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് പതുക്കെ ഉയരുന്നതും പുറത്തു വിടുമ്പോൾ താഴുന്നതും ശ്രദ്ധിക്കുക. ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അത് അതിന്റെ സ്വാഭാവികമായ രീതിയിൽ നടക്കട്ടെ. ഓരോ ശ്വാസവും നിങ്ങളുടെ ശരീരത്തിന് ഒരു ഊർജം നൽകുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ 15 സെക്കൻഡ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരാം. ഇതെന്തിനു ചെയ്യണം, ഇനി എന്താണ് ചെയ്യേണ്ടത്, നാട്ടിലെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ, അങ്ങനെ പല ചിന്തകളും. അത് തികച്ചും സ്വാഭാവികമാണ്. ആ ചിന്തകളെ തള്ളി മാറ്റാൻ ശ്രമിക്കരുത്. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വാഹനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനാണ്.
ഒരു വണ്ടിയിലും നിങ്ങൾ കയറരുത്. ഓരോ ചിന്തയും വരുമ്പോഴും അതിനെ തിരിച്ചറിയുക. എന്നിട്ട് സൗമ്യമായി നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്തുള്ള 15 സെക്കൻഡ് നിങ്ങളുടെ ശരീരത്തെ മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാലുകൾ തറയിൽ സ്പർശിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കൈകൾ മടിയിലിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള നേരിയ ശബ്ദങ്ങൾ. ഈ നിമിഷത്തിലെ നിങ്ങളുടെ അവസ്ഥയെ പൂർണ്ണമായും അനുഭവിക്കുക. ഇനി പതുക്കെ കണ്ണു തുറക്കാം. ഈ 1 മിനിറ്റ് നിങ്ങൾക്ക് എന്തു തോന്നി? മനസ്സിന് ചെറിയൊരു ശാന്തത കിട്ടിയോ? ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ നമുക്ക് എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാം. അതിനുള്ള ചില എളുപ്പ വഴികൾ ഇതാണ്. ഒന്ന്, മൈൻഡ്ഫുൾനെസ് ചായ കുടി. അടുത്ത തവണ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ ആ 5 മിനിറ്റ് ചായയിൽ മാത്രം ശ്രദ്ധിക്കുക. അതിന്റെ നിറം, ചൂട്, മണം, ഓരോ സിപ്പിലുമുള്ള രുചി, അത് പൂർണ്ണമായും ആസ്വദിക്കുക. 2, മൈൻഡ്ഫുൾനെസ് നടത്തം. ബസ് സ്റ്റോപ്പിലേക്കോ മെട്രോ സ്റ്റേഷനിലേക്കോ നടക്കുമ്പോൾ ഫോണിൽ കുത്തുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ചകളും ശബ്ദങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാലുകൾ നിലത്ത് ചവിട്ടുന്നത്, കാറ്റ് നിങ്ങളുടെ മുഖത്ത് വന്ന് തട്ടുന്നത്, ഇവയെല്ലാം ശ്രദ്ധിക്കുക. 3, മൈൻഡ്ഫുൾനെസ് ഭക്ഷണം. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുകയോ ഫോൺ നോക്കുകയോ ചെയ്യാതിരിക്കുക. ഓരോ ഉരുളയും നന്നായി ചവച്ച് അതിന്റെ രുചി ആസ്വദിച്ച് കഴിക്കുക. ഇത് ദഹനത്തിനും നല്ലതാണ്. 4, സ്റ്റോപ്പ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ദേഷ്യമോ സ്ട്രെസ്സോ തോന്നുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് സ്റ്റോപ്പ് എന്ന വാക്ക് ഓർക്കുക. സ്റ്റോപ്പിലെ ആദ്യത്തെ എസ്, സ്റ്റോപ്പ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തുക. T, ടേക്ക് എ ബ്രീത്ത്, ഒരു ദീർഘശ്വാസം എടുക്കുക. O, ഒബ്സർവ്, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക. P, പ്രൊസീഡ്, കുറച്ചുകൂടി ശാന്തമായി ബോധപൂർവം പ്രതികരിക്കുക. സുഹൃത്തുക്കളെ, ഈ മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ഒരു ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും കുറച്ച് മിനിറ്റുകൾ ഇതിനായിട്ട് മാറ്റിവെക്കുക. നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്, അതെപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കും. ഓരോ തവണ അത് ചാടുമ്പോഴും ഒരമ്മ കുഞ്ഞിനെ തിരികെ വിളിക്കുന്നത് പോലെ സൗമ്യമായി അതിനെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. പ്രവാസികളായ നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണ്. പണത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയുമുള്ള ഓട്ടം. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് ഈ നിമിഷം. ഭൂതകാലം കഴിഞ്ഞുപോയി, അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഭാവി വരാനിരിക്കുന്നതേയുള്ളൂ. അതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഈ നിമിഷം മാത്രമാണ്. അത് പൂർണ്ണമായും ജീവിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.